ഈ കോമ്പൗണ്ടിന്റെ പേര് അങ്ങനെ അവസാനിക്കും But2I. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ, അടുത്ത് നമുക്കൊരു ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ നെയിമിങ്ങും സ്ട്രക്ചറും വരയ്ക്കാനുള്ളത്. ഫസ്റ്റ് കോമ്പൗണ്ട് CH3 CH ഡബിൾ ബോണ്ട് CH2. അപ്പൊ ഈ കാർബൺ ആണ്. ലീസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ നെയിമിംഗ് കൊടുക്കണമെങ്കിൽ റൈറ്റ് ലെഫ്റ്റ് കൊടുക്കുക. ഫസ്റ്റ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് വരുന്നത് ടോട്ടൽ 3 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് പ്രൊപ്പ് 1E എന്ന് പേര് കൊടുക്കാം. ഓക്കെ, പ്രൊപ്പ് 1E. നെക്സ്റ്റ് ഹെക്സ് 2E നമ്മൾ നെയിമിംഗ് കൊടുക്കേണ്ടത്. ഹെക്സ് ആകുമ്പോൾ 6 കാർബൺ ആറ്റംസ് വരും. സെക്കൻഡ് കാർബണിൽ ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് സെക്കൻഡ് കാർബണിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് കൊടുക്കാം. ബാക്കി എല്ലായിടത്തും സിംഗിൾ ബോണ്ട് കൊടുത്തിട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുക. CH. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ പേര് വരിക. അതായത് CH3 CH ഡബിൾ ബോണ്ട് CH CH2 CH2 CH3. ഓക്കെ, ഈ രീതിക്കാണ് നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ വരിക. അടുത്തത് അയനാണ്. അടുത്ത ഇത് വരാം 1 2 3 4 and 5. ഇവിടെ നമ്പറിംഗ് കൊടുക്കുകയാണെങ്കിൽ 1 2 3 4 and 5. സെക്കൻഡ് പൊസിഷനിൽ വരുന്ന രീതിയിൽ കൊടുക്കാം. 5 ആണ്. സോ പെൻഡ് 2E. അടുത്തൊരു കോമ്പൗണ്ട് നമ്മൾ സ്ട്രക്ചർ വരയ്ക്കേണ്ടതാണ്. ഹെപ്റ്റ് 3I. ഹെപ്റ്റ് എന്ന് പറയുമ്പോൾ 7 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. സോ C 3 4 5 6 7. ഏത് പൊസിഷനിലാണ്? മൂന്നാമത്തെ പൊസിഷനിലാണ് അയൺ വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി 1 2 3 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി CH3 CH2 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 CH3. ഇങ്ങനെയായിരിക്കും ഈ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ വരിക. അതിന്റെ പേര് വരുന്നത് ഹെപ്റ്റ് 3I. ഓക്കെ, നമ്മളപ്പോ ഇത്രയും സമയം കണ്ടത് പേര് കൊടുക്കുന്നതാണ്. പേര് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, പേര് കൊടുക്കുമ്പോൾ എപ്പോഴും അതിന്റെ മെയിൻ ചെയിൻസ്, അതായത് ലോങ്സ്റ്റ് ചെയിൻ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ബാക്കി നമ്മൾ എന്ത് കൊടുക്കണം? ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഗ്രൂപ്പിന് ലീസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ പേര് കൊടുക്കുക. ഇനി ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിലും സ്മോളസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പറിംഗ് കൊടുത്തിട്ട് നമുക്ക് പേര് കൊടുക്കാം. ഇപ്പൊ 2 ഗ്രൂപ്പ്, ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡൈ ട്രൈ ടെട്ര എന്നിങ്ങനെ ആഡ് ചെയ്ത് ഗ്രൂപ്പിന്റെ പേര് കൊടുക്കാം. ഗ്രൂപ്പിന്റെ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാർബൺ ആറ്റമാണ് അതിനകത്ത് വരുന്നതെങ്കിൽ മീഥൈൽ, ഒരു കാർബൺ ആറ്റമാണ് വരുന്നെങ്കിൽ മീഥൈൽ ഗ്രൂപ്പ് എന്നും, 2 കാർബൺ ആറ്റംസ് ആണ് വരുന്നെങ്കിൽ ഈഥൈൽ ഗ്രൂപ്പ് എന്നും, 3 കാർബൺ ആറ്റംസ് ആണ് വരുന്നെങ്കിൽ പ്രൊപ്പൈൽ ഗ്രൂപ്പ് എന്ന് വേണം പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന്റെ പേര് കൊടുത്തു വരാൻ വേണ്ടിയിട്ട് പറ്റും. ഫസ്റ്റ് ലോങ്സ്റ്റ് ചെയിൻ കൺസിഡർ ചെയ്യുക. ഗ്രൂപ്പിന് സ്മോൾ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പറിംഗ് കൊടുക്കുക. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ അതിനും ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പറിംഗ് കൊടുക്കുക. പേര് കറക്റ്റ് ചെയ്ത് എഴുതുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ് ഓർഗാനിക് കോമ്പൗണ്ട്. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും